ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സിനദിൻ സിദ്ധാന്റെ ഈ ചോദ്യത്തിന് ഫുട്ബോൾ ലോകത്ത് ഇതുവരെയും ഉത്തരം കണ്ടെത്താനായിട്ടില്ല. 2006 ലോകകപ്പിൽ മാർക്കോ മറ്റരാസിയെ തലകൊണ്ടിടിച്ച സംഭവം സിദ്ധാന്റെ കരിയറിലെ മുറിവുണങ്ങാത്ത ഏടാണ്. ഫ്രാൻസിന്റെ ലോകകപ്പ് മോഹങ്ങളെ തന്നെ അവസാന നിമിഷം ഇല്ലാതാക്കിയ ഈ സംഭവത്തിൽ സിദാന് വേണ്ടി വാദിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ലോകകപ്പ് കിരീടം, യൂറോ കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ലാ ലീഗ, സീരിയെ, 3 തവണ ഫിഫയുടെ മികച്ച താരത്തിനുള്ള പുരസ്കാരം, ബാലൻ ഡിയോർ, 34 വയസ്സ് വരെ നീണ്ട തൻ്റെ കരിയറിൽ അയാൾ നേടാത്തതായി ഒന്നുമില്ല. എന്നാൽ അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന സംഭവം മാർക്കോ മറ്റരാസിയുടെ ഇടനെഞ്ചിലേക്ക് അയാൾ തലകൊണ്ട് നടത്തിയ ആ പ്രഹരമാണ്. അയൽക്കാരായി ഇറ്റലിയുമായുള്ള ആ മത്സരത്തിൻ്റെ 7-ാം മിനിറ്റിൽ തന്നെ ബുദ്ധിയും കഴിവും സമം ചേർത്തുള്ള ഒരു പനേങ്ക കിക്കിലൂടെ ഫ്രഞ്ച് പടയെ സിദാൻ മുന്നിലെത്തിച്ചതാണ്. എന്നാൽ അധികം വൈകാതെ അസൂരികൾക്ക് വേണ്ടി മാർക്കോ മറ്റരാസി മറുപടി പറഞ്ഞു. മുഴുവൻ സമയത്ത് സമനിലയിൽ പിരിഞ്ഞ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. വാശിയേറിയ ഒട്ടേറെ നീക്കങ്ങൾ നടത്തിയിരുന്ന സിദാനെ കടുത്ത ടാക്ലിങ്ങുകൾക്കൊപ്പം വാക്കുകൊണ്ടും മറ്റരാസി ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ അതൊരൽപ്പം കൂടിപ്പോയപ്പോൾ തൻ്റെ മുട്ടത്തല കൊണ്ട് മറ്റരാസിയുടെ ഇടനെഞ്ചിൽ ഒരു അടയാളം തീർത്ത് ചുവപ്പ് കാർഡും വാങ്ങി അയാൾ മൈതാനം വിട്ടു. ഫ്രഞ്ച് പട ഒന്നാകെ അയാളുടെ കാലുകളിലേക്ക് കൺപാർത്തിരുന്ന നിമിഷത്തിൽ പൊടുന്നനെയെല്ലാം നിലച്ചു. അന്ന് റഫറി ഉയർത്തിയ ചുവപ്പ് കാർഡിന്റെ നിഴൽ പിന്നീട് എന്നും സിദാനോടൊപ്പം ഉണ്ടായിരുന്നു. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ കിരീടത്തെ ഓർത്ത് അയാൾ പല ഒരു പൊട്ടിക്കരഞ്ഞു. ഫ്രഞ്ച് ജനതയോട് പലകുറി മാപ്പ് പറഞ്ഞു. ഫുട്ബോൾ ചരിത്രത്തിൽ ഫ്രാൻസിന്റെ ഐതിഹാസികമായ പല യാത്രകൾക്കും തേര് തെളിച്ച ഇതിഹാസത്തിന് ഫ്രഞ്ച് ജനത എന്നേ മാപ്പ് നൽകി കഴിഞ്ഞിരുന്നു. 1998 ബ്രസീലിനെന്ന് ഉറപ്പിച്ച കനക കിരീടം തട്ടിയെടുത്തത്, കുടിയേറ്റക്കാരനായതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന കുത്തുവാക്കുകൾക്കിടയിലും കാൽപന്ത് കൊണ്ട് 2ാം ഫ്രഞ്ച് വിപ്ലവം തീർത്തത്, ഒരിടവേളയ്ക്ക് ശേഷം സാന്റിയാഗോ ബെർണാബുവിൽ കിരീടം മഴ പെയ്യിച്ചത്. ലോക ഫുട്ബോളിൽ സീസോ അതിമനോഹരമായാണ് തന്നെ അടയാളപ്പെടുത്തിയത്. മാർക്കോ മറ്റരാസിയെ തലകൊണ്ടിടിച്ച സംഭവത്തിലും അയാൾ ആഘോഷിക്കപ്പെടണമെന്ന് പറയുന്നവർ ഏറെയാണ്. മൈതാനത്ത് സമചിത്തത കൈവിടാത്ത സീസോ ലോകകപ്പ് പോലൊരു വേദിയിൽ അങ്ങനൊരു നിമിഷത്തിൽ മനസ്സ് കൈവിട്ടതിന് പിന്നിലും വ്യക്തമായ കാരണമുണ്ടായിരുന്നു. നിരന്തരമായ പ്രകോപനങ്ങൾക്കിടെ വീണ്ടും പ്രശ്നമുണ്ടാക്കാനെത്തിയപ്പോൾ കളി കഴിഞ്ഞ് ജേഴ്സി നൽകാമെന്ന് പറഞ്ഞതിന് അത് വേണ്ട, സഹോദരിയെ മതിയെന്ന് മറ്റരാസി പ്രതികരിച്ചതാണ് സിദാനെ ചൊടിപ്പിച്ചത്. ഇത്തരമൊരു നിമിഷത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു?